രാത്രി ടൈം കഴിയുന്നതനുസരിച്ച് എനിക്ക് കുറച്ച് ഇൻസെക്യൂർ ആവാൻ തുടങ്ങി. കാരണം വേറെ ട്രാൻസ്ജെൻഡേഴ്സ് റോഡിലുണ്ട്. എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നു, മാറ്റർ എന്നൊക്കെ വിളിക്കുന്നു എന്നെ. ഞാൻ റോഡിൽ എന്നെ ശരിക്കും വിളിച്ചു. ഞാൻ റോഡിൽ കൂടെ ഒക്കെ പോയപ്പോ ഞാനാ ഇന്ന് അവരെ കാണത്തില്ലല്ലോ, ആരും വരാത്ത ഭാഗ്യം കേട്ടോ. അമ്മ വിളിച്ചിട്ട് കരയുന്നു. ഞാൻ പറഞ്ഞു കരയല്ലേ അമ്മ. അപ്പൊ എല്ലാരും പറയും, കുറെ പേര് പറയും മലയാളത്തിലെ സൈപ്പിൽ ഇങ്ങനെ കമന്റ് വരാറുണ്ട്. കാരണം എനിക്ക് ആക്നെ കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാവണം. പിന്നെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, കെട്ടണ്ടേ? അമ്മച്ചി അമ്മ വേണമെങ്കിൽ രണ്ടാമത് കെട്ടിക്കോ, എനിക്ക് കെട്ടണ്ട. ആ മൂടാണ് ഞാൻ. അപ്പൊ ആള് വേറൊരു ചേട്ടനെ വിളിച്ച് പറയണം ഉപ്പം മുളകാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ കാണാറൊന്നുമില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഏട്ടാ, ഞാനും കാണാറില്ല. വേറെന്താ ചെയ്യുന്നത്? വേറെന്താ ചെയ്യുന്നത്? ആർട്ടിസ്റ്റായിട്ട് നടന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പണിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ ജോലി ഇതുപോലെ പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലോ ചേട്ടാ. അതുപോലെ അല്ല നമുക്കൊരു വേറൊരു ജോബ് ഉണ്ടാവാൻ. എനിക്കത് മതി ചേട്ടാ, കുഴപ്പമില്ല, ഞാൻ ജീവിച്ചോളാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ലൈഫ് പറഞ്ഞതാ. ചേട്ടാ ഇപ്പൊ എന്താ ചെയ്യുന്നത്? റിട്ടയർ ആയിട്ട് പൈസ ഉണ്ടോ കയ്യിൽ? ഇല്ല. എങ്ങനെ ജീവിക്കുന്നത്? മക്കള് കണ്ടിട്ട് പറഞ്ഞു ഓക്കെ. തന്മാത്രമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ആക്ടർ എന്ന് പറയുന്ന ആളിനെ, അല്ലെങ്കിൽ ആക്ടേഴ്സിന് എത്രമാത്രം സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. പവിത്രക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ലൈക്ക് എനിക്ക് എന്തായിരുന്നു എൻ്റെ ആ ക്ലൈമാക്സൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പടം. കുഞ്ഞു കുട്ടികളെ എന്താ അവർ ഇത്രയും വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നത്, അത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അവരങ്ങനെ സംസാരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അല്ലാതെ അത് അവരുടെ ക്യാരക്ടറാണ്, അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അവനെ തന്തവൈപാടെന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പം ഞങ്ങൾക്കൊക്കെ അവൻ സീനിയറാണ്. അപ്പോൾ ഒരിക്കലും അവൻ അത് കാണിക്കുന്നില്ല. ഒരാൾ ബിഹേവ് ചെയ്തപ്പോൾ ഞാൻ അപ്പം റിയാക്ട് ചെയ്തിട്ട് അച്ഛനോട് ചെന്ന് പറഞ്ഞു. അച്ഛൻ നല്ല പൊട്ടിച്ചു, വീടിൻ്റെ അടുത്ത് അവർക്ക് നല്ല പൊട്ടിച്ചു. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. പൊതുവെ നമ്മൾ കാണുന്ന ചില സിനിമകളിലെ നായികമാർ നമുക്കൊരു അടുത്ത വീട്ടിലെ കുട്ടി ഇമേജ് തരാറുണ്ട് അല്ലേ? എന്നാൽ ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വന്ന് നമുക്ക് അടുത്ത വീട്ടിലെ നമ്മുടെ സ്വന്തം കുട്ടി ഇമേജ് തന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഞാൻ ബിൽറ്റ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഗൗരി ഉണ്ണിമായ. ഹലോ ഹലോ ഗൗരി, എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്റെ ഇൻട്രോ കേട്ടിട്ട് എന്ത് തോന്നി? സാധാരണ അങ്ങനെയാണോ ഇങ്ങനെ പൊക്കിട്ട് ഇങ്ങനെ കൊണ്ടില്ല? അടുത്ത വീട്ടിലെ കുട്ടി എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞത് അങ്ങനെ ശരിക്കും ഫീൽ ചെയ്തിട്ടില്ലേ? ചില സ്ഥലത്തൊക്കെ പോകുമ്പോ നമ്മള് പെട്ടെന്ന് വന്നിട്ട് ഹഗ്ഗൊക്കെ ചെയ്യും ചേച്ചിമാരൊക്കെ. അപ്പഴത്തേക്ക് നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര സ്നേഹമാണല്ലോ അവർക്ക്. അതെ, അതെങ്ങനെ ചിലരെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. നമ്മൾ അത് ടെലിവിഷനിലൂടെ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ഗൗരി ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ചിലരെ കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞത്. അതൊരു സന്തോഷമാണല്ലേ നമ്മളിങ്ങനെ കുഴപ്പമില്ലെന്നൊക്കെ. ഉറപ്പായിട്ടും. അപ്പൊ ഈ ഒരു ഇമേജ് ഓൾറെഡി ഈ ഉപ്പുമുളകിലാണെങ്കിലും വരുന്നതിന് മുമ്പേ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ അതിലൂടെ തന്നെയാണോ ഉപ്പുമുളകിലേക്ക് വരുന്നത്? അതിന്റെ തുടക്കം അങ്ങനെ തന്നെയായിരുന്നോ? അല്ല. സോഷ്യൽ മീഡിയ ഞാൻ വളരെ അങ്ങനെ ഫെയിം ഒന്നും അല്ലായിരുന്നു. 19K എന്തോ ഉണ്ടായിരുന്നുള്ളൂ വരുന്ന സമയത്ത്. ഞാൻ മുറ എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓഡീഷൻ വഴി പോയതാ. കുഞ്ഞു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ റൈറ്ററാണ് ഉപ്പുമുളകിന്റെ റൈറ്റർ. അപ്പൊ പുള്ളി വഴി കാസ്റ്റായി ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് പെട്ടെന്നൊരു ഫെയിം ഉണ്ടാവുന്നതും എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഞാൻ കേട്ടു ഉപ്പുമുളകും അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല, വന്നു കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഇത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചായിരുന്നു? ഒരിക്കലും ഇല്ല. ഇത്ര ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന് തന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് വന്നതിന് ശേഷം. ഞാൻ കാണാറില്ലല്ലോ. ഞാൻ പിന്നെ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പഴയ വീഡിയോസിനൊക്കെ 9 മില്യൺ അങ്ങനെ വ്യൂസ് ഉണ്ട്. അപ്പൊ ഇത്ര ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഏറ്റവും കൂടുതൽ ഗൗരിയിൽ കണ്ടിട്ടുള്ള കോമന്റ്സ് ആണ് മലയാളത്തിലെ സായി പല്ലവി എന്നുള്ളത്. പക്ഷെ സായി പല്ലവിനെ എനിക്ക് നിഖില വിമലിന്റെ ഒരു കട്ടൊക്കെ തോന്നുന്നു. നിങ്ങൾക്ക് തോന്നില്ലേ? എവിടെയോ ഒരു ചായകാച്ചൽ അതെന്താ അറിയോ, ഈ മൂവിയുടെ ഷൂട്ട് നടന്നപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആരെപ്പോലും ഞാൻ ഇരിക്കുന്നു പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. അയ്യോ സോറി, വെരി ഹോണസ്റ്റ്, എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എല്ലാരും പറയും, കുറെ പേര് പറയും മലയാളത്തിലെ സൈപ്പിൽ ഇങ്ങനെ കമന്റ് വരാറുണ്ട്. കാരണം എനിക്ക് ആക്നെ കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ടാവണം. പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ ഒരുപാട് ഒരുങ്ങി പോകാത്തതുകൊണ്ടായിരിക്കണം. അത് ഓരോ വ്യക്തികളാണല്ലോ അങ്ങനെ. പിന്നെ ഞാൻ ആ മൂവിയുടെ ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ ഒരു കുർത്തിയൊക്കെ ഇട്ട് ഇങ്ങനെ നിന്നപ്പോ രൂപേഷ് പീതാംബരൻ അറിയോ? പുള്ളിക്കാരൻ ഉണ്ട്, ഞങ്ങള് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുമിച്ച്. കോമ്പിനേഷൻ സീനാ. പുള്ളി ഇങ്ങനെ ക്യാമറ കൂടെ നോക്കിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സീനാ. നിഖില വിമൽ ഏത് ദിവസം ഞാൻ ചേട്ടാ അങ്ങനെ പറയല്ലേ, എനിക്കത് ഇഷ്ടമല്ല. പുള്ളിക്കാരെ ഇഷ്ടമല്ലാത്തോണ്ടല്ല, പിന്നെ ഞാൻ തന്നെ വന്ന് നോക്കി. അപ്പൊ ഏത് ആംഗിളിൽ എനിക്കങ്ങനെ തോന്നി. അപ്പൊ പുള്ളിയെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
എനിക്കങ്ങനെ തോന്നി. എനിക്കിങ്ങനെ തോന്നി. അതുപോലെ ലാലേട്ടന് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാ ഇന്റർവ്യൂസും കണ്ടിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര, കാരണം എനിക്കും ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ലാലേട്ടനെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും കൂടുതൽ തന്മാത്ര എന്നുള്ള മൂവി കണ്ട പിന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ആളെ കാണണം, എന്തെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെ കാണണം. എനിക്ക് പെർഫോം ചെയ്യണം കൂടെ. ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആണല്ലേ? ചെയ്യുമായിരിക്കും, പറ്റും, എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പറ്റും. അതാണ് എനിക്കൊരു ഇത്. അതാണ് സംഭവം എന്ന് പറയൂ, തന്മാത്രയാണ് ശരിക്കും ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് എന്നെ ഭയങ്കര ടച്ച് ചെയ്ത മൂവി അതാ. വേറെ അതിന് മുന്നേ കണ്ട മൂവീസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. തന്മാത്രയാണ് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ആക്ടർ എന്ന് പറയുന്ന ആളിന് അല്ലെങ്കിൽ ആക്ടേഴ്സിന് എത്രമാത്രം സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം എല്ലാ പടങ്ങളും, പഴയ പടങ്ങളും പുതിയ പടങ്ങളും ഒക്കെ കാണും. പവിത്രക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സദയം ഈസ് ലൈക്ക് എനിക്ക് എന്തായിരുന്നു അതിന്റെ ആ ക്ലൈമാക്സ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പടം. പിന്നെ ചോട്ടാ മുംബൈ ഉണ്ടല്ലോ, അത് വേറെ മൂഡല്ലേ, അത് ഭയങ്കര ഇഷ്ടം. അതായത് എത്ര വേഴ്സറ്റൈലാണ് പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സ് അങ്ങനെയാണ്, പക്ഷെ പേഴ്സണലി ഓരോരുത്തർക്കും ഒരു ഇതുണ്ടല്ലോ. അതെ, അത് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു വികാരം. ലാലേട്ടനെ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന ഒരു ഓറയാണ്. അതെ, ഈ നടന്നു വരുന്നത് ഞാൻ എപ്പോഴും പറയും, നമ്മളിപ്പോ എത്ര ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി മമ്മൂട്ടി സാർ അവരൊക്കെ ഇങ്ങനെ വരുമ്പോ ഒരു പ്രത്യേക ഒരു ഓറ ക്രിയേറ്റ് ആവുമല്ലോ. ഭയങ്കര ഞാൻ ഇങ്ങനെ ആളെ കാണുമ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത്രയും ഒരു ഓറയാണ്. ഭയങ്കര അടിപൊളിയാണ്. അതായത് നമുക്ക് ചില ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ് അവർ എല്ലാവരുടെയും. അതായത് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് ഈ വ്യക്തിയാണെന്ന് അറിയപ്പെടാൻ പറ്റുന്നത്, അതൊക്കെ ഭയങ്കര അടിപൊളിയല്ലേ. ലാലേട്ടന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഒരു വികാരമാണ്. അതെ. പക്ഷെ ഞാൻ ഉപ്പും മുളകിനെയൊക്കെ കൂടുതൽ ഗൗരിയുടെ ഫാൻ ആയത് ഒരു റീല് കണ്ടിട്ടാണ്. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തിട്ടാണ് പെട്ടെന്ന് ഞാൻ സ്ട്രൈക്ക് ചെയ്ത ഒരു ഇതുണ്ട്, മനുവിൽ നിന്ന് മല്ലിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള. അത് എനിക്ക് തോന്നി, എനിക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്തോ ഇമോഷണൽ ആയിപ്പോയി. അത് ഭയങ്കര, എനിക്ക് തോന്നുന്നത് ഈവൻ ഗൗരിക്കാണെങ്കിലും ആ ഒരു റീൽ ഭയങ്കര ഉള്ളിൽ നിൽക്കുന്ന ഒരു റീൽസ് തന്നെ ആയിരിക്കില്ലേ. അത് ഒരു കാണുന്ന ആൾക്ക് അത്രയും ഇമോഷണലി കണക്ട് ചെയ്തെങ്കിൽ അത് അഭിനയിച്ച ആൾക്ക് എന്തോരം കണക്റ്റഡ് ആയിട്ടുണ്ടാവും അല്ലേ. അത് എന്ന് വെച്ചാൽ ഒന്നാമതേ നമുക്കറിയാം, നമ്മൾ ഈ വായനയൊക്കെ കുറച്ച് കുറഞ്ഞ സമയത്ത് വീണ്ടും മലയാളികളെ വായിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു ബുക്കും കൂടിയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുക്കിലൂടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു റീൽസ് ആയിരുന്നു അത്. എനിക്ക് ഭയങ്കരമായിട്ട് അത് കണ്ടേ പിന്നെയാണ് ഞാൻ ഗൗരിയിൽ കൂടെ, എനിക്ക് ഗൗരീനെ ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഇതെങ്ങനെയായിരുന്നു? അത് ഗൗരിയുടെ ഐഡിയ ആയിരുന്നു? അത് സംഭവം എന്താ അറിയോ, ഞാൻ അത്യാവശ്യം വായിക്കും, എനിക്കിഷ്ടമാണ് വായിക്കാൻ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സന്ദീപ്, അവൻ ബുക്സ് ഒരുപാട് വായിക്കുന്ന ആളാണ്, അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ച് ചെയ്ത ബുക്സാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ബുക്ക് തന്നു. അപ്പം ഞാൻ ബുക്ക് വായിച്ച സമയത്ത് മല്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര കണക്റ്റായി. അതിന് കഴിഞ്ഞ മാർച്ചിലാണ് ഞാനത് വായിക്കുന്നത്, കഴിഞ്ഞ മാർച്ചിൽ അത് ഭയങ്കരമായിട്ട് കണക്റ്റായി. അപ്പോൾ അന്ന് മുതൽ എനിക്ക് സ്കൂളിൽ +1 ആയിരുന്ന സമയത്ത് ഒരു മോണോ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വേണുവിൽ നിന്ന് വേണിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ജെൻഡറിൻ്റെ. അന്ന് എനിക്ക് മോണോ ആക്ടിൻ്റെ സ്കൂളിലൊക്കെ ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ സഹോദരി പോകേണ്ടി വന്നപ്പോൾ കോവിഡോ ഫ്ലഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ സ്കൂളിൽ ഞങ്ങളെ വിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം കുറേ പേര് അപ്രിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പം അന്ന് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രാൻസ്ജെൻഡർ ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം മേരിക്കുട്ടി, നമ്മുടെ ജയസൂര്യ ആ മൂവി കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് റീക്രിയേറ്റ് ചെയ്യണം, റീല് ചെയ്യണം എന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചു. അതും എനിക്കെന്തോ എനിക്ക് നമ്മൾ റീല് ചെയ്യുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് അത് വർക്ക് ആവണം, അല്ലെങ്കിൽ ഞാനത് എടുത്താൽ കൂടി ഞാൻ റീല് പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്നപ്പോഴാണ് ഈ ബുക്ക് വായിക്കുന്നത്. അപ്പം മല്ലി എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഞാനന്ന് വേണുവിൽ നിന്ന് വേണിയെ ചെയ്ത അതേ ആ സാർ അന്ന് എനിക്ക് എഴുതി തന്ന സ്റ്റോറി എന്താണോ അതാണ് ഇതിൽ മല്ലി, ഭയങ്കരമായിട്ട് കണക്റ്റ്. അപ്പം എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ കുറേ വീഡിയോഗ്രാഫേഴ്സിനോട് സംസാരിച്ചു, എനിക്കിത് ചെയ്യണം പറഞ്ഞ എല്ലാവർക്കും തൊഴാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാൻ അതെ ഈ ബുക്ക് തന്നത് ഒരു സന്ദീപ്, ഈ വീഡിയോ എടുത്തത് വേറൊരു സന്ദീപ്, ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പൊ ഞാൻ ഉപ്പുമുളകിന്റെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ കണ്ടന്റ് എന്താ ചെയ്യുന്നതെന്ന് ബ്രേക്ക് ടൈമിൽ എഴുതും, ഞാൻ സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതി വെക്കും. അപ്പോൾ ഇത് വലിയൊരു സ്റ്റോറിയല്ല, അതിന് നമ്മളൊരു 1-2 മിനിറ്റ്സിനുള്ളിൽ ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ഫുൾ ഇമോഷനും ഡെലിവർ ചെയ്യണം, അല്ലെങ്കിൽ അത് ഫ്ലോപ്പാണ്.
അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ഇങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതി വെട്ടി എന്നെ ഇപ്പോൾ ലൊക്കേഷനിലൊക്കെ കളിയാക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ വരച്ച് സ്ക്രീൻ എനിക്ക് എഴുതുന്നതിനേക്കാളും വരയ്ക്കാൻ ഇഷ്ടം. ഭംഗിയിലല്ല വരയ്ക്കുന്നത്, പൊട്ടയായിട്ട് വരയ്ക്കുന്നത്. പക്ഷെ അങ്ങനെ വരച്ച് ഞാനിങ്ങനെ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കും. ലാസ്റ്റ് മരിച്ചു കിടക്കുന്നൊക്കെ ഇങ്ങനെ നമ്മള് പണ്ട് വരയ്ക്കത്തില്ല, ഇങ്ങനെ ഒരു ചെറിയ സർക്കിൾ, അതാണ് എന്റെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. എനിക്ക് മനസ്സിലാവും, വേറെ ആർക്കും അത് മനസ്സിലാവത്തില്ല. ഇതൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോഗ്രാഫേഴ്സിനൊക്കെ സെറ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നടക്കില്ല. അങ്ങനെയാണ് സന്ദീപ് അണ്ണനെ കണക്ട് ചെയ്യുന്നത്. പക്ഷെ ചെയ്തു വന്ന് സന്ദീപ് ഞാൻ അങ്ങ് പോയിട്ട് ഞങ്ങൾ കോയമ്പത്തൂരാണ് ഷൂട്ട് ചെയ്തത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സീൻ ആയതുകൊണ്ട് നേരെ കോയമ്പത്തൂർ വിട്ടു. ആണ് അത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് കോയമ്പത്തൂർ പോയി ഷൂട്ട് ചെയ്ത കുഴപ്പമില്ല. അവിടെ ഒന്നാമത്തെ കാര്യം നമ്മള് ഷൂട്ട് ചെയ്യുന്ന ആർക്കും അറിയാൻ പറ്റില്ല. ഞാൻ ഈ കോസ്റ്റ്യൂമിൽ അങ്ങനെ നടക്കുമല്ലേ, എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നു, മാറ്റർ എന്നൊക്കെ വിളിക്കുന്നത് എന്നെ. ഞാൻ റോഡിൽ എന്നെ ശരിക്കും വിളിച്ചു ഞാൻ റോഡിൽ കൂടെ ഒക്കെ പോയപ്പോ. ഞാനാ ഇന്ന് അവരെ കാണത്തില്ലല്ലോ, അപ്പൊ എനിക്കറിയാം ഇങ്ങനെ കാണിച്ചിട്ടോ ആരും വരാത്ത ഭാഗ്യം കേട്ടോ ശരിക്കും. എന്നിട്ട് അവിടുത്തെ രാത്രിയൊക്കെ നടന്നു പോകുന്ന കുറെ സീനൊക്കെ ഉണ്ടായി. അതെ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കോസ്റ്റ്യൂം മാറ്റാം. ഞങ്ങളെല്ലാം കാറിൽ നിന്ന് ഒരു സാരി ഉടുക്കുന്നു, അടുത്ത സാരി ഭംഗിയായിട്ട് ഉടുക്കണം. എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല, എങ്ങനെയെങ്കിലും ഉടുത്താൽ മതി. അപ്പൊ സാരി എല്ലാവരും പുറത്ത് നിർത്തിട്ട് സാരി ഒക്കെ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് തന്നെ മാറ്റുന്നത്, അടുത്ത സാരി പോകുന്നത്. അങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ആദ്യമൊക്കെ കുഴപ്പമില്ല, ഞാൻ ഹായ് പോയി. പിന്നെ ഇപ്പൊ രാത്രി ടൈം കഴിയുന്നതനുസരിച്ച് എനിക്ക് കുറച്ച് ഇൻസെക്യൂർ ആവാൻ തുടങ്ങി. കാരണം വേറെ ട്രാൻസ്ജെൻഡേഴ്സ് റോഡിലുണ്ടേ. അപ്പൊ അതിൽ ഇതായിരുന്നു. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്ന വരെ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം ഇതെങ്ങനെ ആളുകൾ എടുക്കുന്ന അറിയില്ലാത്തതിന്റെ ഒരു അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വിൻസി വരെ ലൈക്ക് ചെയ്തിട്ട് എന്നെ ഫോളോ ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ആ റീലിൽ നിന്ന് ഫോളോ ചെയ്തു. ഞാൻ ലൈക്ക് വിൻസി ഒക്കെ എന്നെ ഫോളോ ചെയ്തെന്ന് പറയുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ അമ്മ ആദ്യം ഞാൻ അയച്ചു കൊടുക്കുന്ന അമ്മ അനിയത്തിക്കാണ്, പിന്നെ സന്ദീപ്, അങ്ങനെ കുറച്ചുപേരുണ്ട് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അനിയത്തിക്കും അമ്മയ്ക്ക് അയച്ചു കൊടുത്തപ്പോ അമ്മയ്ക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ, അമ്മ വായിച്ചിട്ടില്ല. അമ്മ വിളിച്ചിട്ട് കരയുന്നു. ഞാൻ പറഞ്ഞു കരയല്ലേ അമ്മ. അല്ല അത് കണ്ട ഇമോഷണലി കണക്ട് ആവും. എനിക്ക് ഉപ്പുമുളകിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ലച്ചുവിന്റെയും കേശുവിന്റെയും കോംബോ. ഒന്നാമത് നമ്മൾ ഈ സിസ്റ്റർ ബ്രദർ കോംബോ ഓൾറെഡി ഭയങ്കര രസമാണ് കാണാൻ, പക്ഷെ ഇവരുടെയും ഭയങ്കര രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കേശു ടു നൈസ് ആണ് ആക്ച്വലി, നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് അനിയനാണവൻ. അപ്പൊ ശിവ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുള്ളൂ, എന്നാലും അവളോടും എനിക്കൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. ലച്ചുനോട് വേറൊരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ്. നല്ലൊരു ഫ്രണ്ടാണ്, ഭയങ്കര കംഫർട്ട് സോൺ ആണ്. ഇന്ന് ഞാൻ കുറെ നേരം പോയി ഹഗ് ചെയ്തിരുന്നു. എനിക്ക് കുറെ നാളായിരുന്നല്ലേ കണ്ടിട്ട്. ആക്ച്വലി അത് ഇപ്പൊ എന്തെങ്കിലും പേഴ്സണൽ സ്പേസ് ഉണ്ട്. വർക്കിംഗ് ഒരു പ്രൊഫഷണൽ സ്പേസ് അല്ലാണ്ട് ഒരു പേഴ്സണൽ സ്പേസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അത് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ കേശുവിന്റെ കാര്യം പറഞ്ഞാൽ എത്രയോ പേര് ഒരിടക്ക് പറഞ്ഞു തന്ത വൈബാണ്. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നത് അങ്ങനെ വേണം, കുട്ടികൾ അങ്ങനെ വേണം എന്നുള്ളത് തന്നെയാ പറയുന്നത്. എനിക്കും പേഴ്സണലി കേശു നമ്മൾ പണ്ടോട്ടേ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും, ഇങ്ങനെ കണ്ടുവരുന്നോണ്ടായിരിക്കും പുള്ളിയില് ഇതുപോലെ ഈ അടുത്ത വീട്ടിലെ കുട്ടി ഒരു ഇമേജ് ആണ് ആള് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നത് കേശു കറക്റ്റ് വേയിലാണ് പോകുന്നതെന്ന് തന്നെയാ പറയുന്നത്. അതിപ്പം ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആണല്ലോ എല്ലാവരുടെയും. ഇപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മളാവണം എന്ന് ഒരിക്കലും ഇല്ല. ഇപ്പം ചില കുഞ്ഞു കുട്ടികൾ എന്താ അവർ ഇത്രയും വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നത്, അത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അവരങ്ങനെ സംസാരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അല്ലാതെ അത് അവരുടെ ക്യാരക്ടറാണ്, അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അപ്പൊ ഇത് 10 പേർക്ക് അത് ഇഷ്ടമായിരിക്കാം, 10 പേർക്ക് അത് ഇഷ്ടമല്ലായിരിക്കാം. അപ്പൊ കേശു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അവന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവനെ കാണുന്ന രീതി, അതൊക്കെ കുറെ പേർക്ക് ഇഷ്ടമായിരിക്കാം. അവൻ അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. അവനെ തന്ത വൈബാണെന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ എന്നെ ഹേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെടുന്നവരും കുറച്ച് പേര്, നമ്മളുണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ പോകുന്നവരും ഒത്തിരി പേരുണ്ട്. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി മാറാൻ നിന്ന് കഴിഞ്ഞാല് നമ്മൾ ഫ്ലോപ്പാ. അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് തന്നെയാണ്. ഇപ്പം എനിക്കാണെങ്കിലും ആള് ഇത്രയും ചെറിയ പ്രായത്തില് എത്രയോ കാര്യങ്ങൾ ചെയ്തു ലൈഫിൽ. അപ്പൊ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ. അത് അവന് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അവൻ നന്നായിട്ട് യൂസ് ചെയ്തു. ഇപ്പം ചില പിള്ളേർക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടാവും, അത്രയും ചെറുപ്പത്തിൽ അത് കിട്ടണം എന്നില്ല. പക്ഷെ അവൻ നല്ലൊരു, അതായത് ഉപ്പുമുളകിൽ ഒരു 10 വർഷം വർക്ക് ചെയ്തു. പക്ഷെ അതിന്റെ ഒരു ഹെഡ് വെയിറ്റ് ഇത് വെച്ചുകൊണ്ട് നടന്നിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ഇന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കില്ലായിരുന്നു. അവൻ ഇത്രയും ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അവൻ സീനിയറാണ്. അപ്പൊ ഒരിക്കലും അവൻ അത് കാണിക്കുന്നില്ല. ഇപ്പോഴും അമ്മായി അല്ലെങ്കിൽ ചേച്ചിന്ന് വിളിച്ച് അവൻ കൂടെ വരുന്നുണ്ട്. അവൻ ഒരു ക്യാരക്ടർ ഉണ്ട് അവന്. ചില കുട്ടികൾ നമ്മളിപ്പോ പോയി കഴിഞ്ഞാലും നമ്മളെക്കാളും സീനിയർ ആണെങ്കിൽ അവരത് കാണിക്കും, പക്ഷെ നമ്മൾ കാണിക്കുന്നില്ല. ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക്
ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കുറെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ ക്യാരക്ടർ ഇല്ലെങ്കിൽ അത് ഭയങ്കര ഭയങ്കര ഇതാവും. അതാണ്. അതെ, റീസെന്റ് തെങ്ങി കയറാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് കണ്ടല്ലേ? ഞാൻ കണ്ടായിരുന്നു. അതെന്താ അറിയോ? അതെന്താ? തെങ്ങി കയറണം ഞാൻ കുറെ ദിവസമായിട്ട് വിചാരിച്ചു. ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കാലിന്റെ അടി ഫുള്ള് പൊട്ടിയിരിക്കും കേട്ടോ. തെങ്ങി കയറിട്ടാ ഞാൻ മെഷീൻ വെച്ചിട്ടല്ലേ വെച്ച് കേറി. അതിന് മുന്നേ ഞാൻ കുറച്ച് അഭ്യാസം അവിടെ കാണിച്ചായിരുന്നു. അതിട്ടില്ല. അതിട്ടില്ല, കാരണം ഇവിടേക്ക് ഇങ്ങനെ ഒരഞ്ഞിട്ട് കുറച്ച് പണിയായി. ഓക്കെ. അച്ഛൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞ അച്ഛൻ വാ ചെയ്യിപ്പിക്കാം. അച്ഛൻ്റെ ഒരുപാട് തെറിയിട്ടിന്നല്ലേ. ഞാൻ വേറെ ഒരു പണിയില്ല, കൈയും കാലും ഒടിഞ്ഞു കിടക്കാം, നാളെ നിനക്ക് തിരിച്ചു പോകേണ്ടത്, ഒരു ദിവസത്തേക്ക് വീട്ടിൽ പോയതാ. അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛൻ തെങ്ങി കയറും, ചുമ്മാ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അച്ഛൻ പറഞ്ഞു നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നതിനേക്കാൾ ഏറ്റവും വലിയ വർക്കൗട്ട് ഇതാണെന്ന്. ശരിക്കും ആണ് കേട്ടോ. ഞാൻ ഇന്നലെ ഞാൻ കുറെ പ്രാവശ്യം കയറി ഇറങ്ങിന്നല്ലേ, കുറെ ഞാൻ പറഞ്ഞു ജിമ്മിൽ പോകണ്ട, ചുമ്മാ അങ്ങനെ തിരിച്ചിറങ്ങി വന്നപ്പോ ലാസ്റ്റ് കാലിന്റെ അടി നോക്കിയപ്പോ ഫുള്ള് പൊട്ടി. നല്ല ആണല്ലേ, നമ്മൾ ആദ്യമായിട്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇടക്കിടക്ക് തെങ്ങി ആരെങ്കിലും തെങ്ങി കയറാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറെ കമന്റ് വന്നു, കൊച്ചിയിൽ നല്ലൊരു ജോലിയുടെ വാക്കൻസി ഉണ്ട്, ഞങ്ങളെ വീട്ടിലേക്ക് തേങ്ങ ഇടാൻ ആളെ കിട്ടുന്നില്ല എന്നൊക്കെ. അല്ലാതെ വേറെ ജോലി ഇല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ജീവിക്കാനോ എന്താ അതൊരു പ്രൊഫഷൻ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ തെങ്ങി കയറാനും പഠിച്ചു നമ്മള്. അതെ, ഈ ഫീൽഡിൽ വരുന്നതിനേക്കാൾ മുമ്പൊക്കെ ഒരുപാട് പണ്ട് ഒരാൾ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? അത് ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. നമുക്ക് നമ്മൾ വരുന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അച്ഛൻ പണ്ട് പോലെ പറയും, ശരിക്കും നമ്മൾ പേടിക്കുമ്പോഴാണ് നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് കൂടുതലും. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നെങ്കിൽ തിരിച്ച് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമുക്ക് ഉള്ളിൽ വരും. ചിലപ്പോൾ അവർക്ക് വേദന എടുത്തെന്ന് വരണം എന്നില്ല, ബട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന്. കാരണം എനിക്ക് ആ റിഗ്രറ്റ്, എന്നെ +1 എന്നോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്ത കുട്ടിയോട് 2 ദിവസം ഉണ്ടായിരുന്നു ആ ബിഹേവിയർ. ആദ്യത്തെ ദിവസം എനിക്ക് ഒന്നും ഞാൻ നമ്പായി പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എന്നെ മൈൻഡിൽ കയറിയതാണ് എനിക്ക് ഇന്ന് തിരിച്ച് കൊടുക്കണം എന്നുള്ളത്. അത് നെക്സ്റ്റ് അവൻ ബാഡായിട്ട് ബിഹേവ് ചെയ്തപ്പോൾ കൊടുക്കാൻ പറ്റും, അത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതെ, അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അത് അൾട്ടിമേറ്റ് ആണ്. അതെ, അത് ഭയങ്കര അൾട്ടിമേറ്റ് ആണ്. കാരണം പണ്ട് ഞാൻ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനാണ്, അതായത് എൻ്റെ അതേ ഏജുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തു. അപ്പം ഞാൻ കൊടുത്തു തിരിച്ച്. ആ സമയത്ത് ഭയങ്കരമായിട്ട് മിസ്ബിഹേവ് ചെയ്തു. അതെനിക്കറിയില്ല, അന്നത്തെ അഡ്രിനൽ റഷിന് ഞാനൊരു 4th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. അന്ന് എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അപ്പോഴാണ് ഞാൻ പറയുന്നത്, നമ്മളെ പാരന്റിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അന്ന് വീട്ടില് വന്ന് പറയുമ്പോ അവര് അയ്യോ മക്കൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പേടിച്ചു. പിന്നെ നമുക്ക് പേടിയായിരിക്കും. പിന്നെ അതിനുശേഷം ഒരാൾ മിസ്ബിഹേവ് ചെയ്തപ്പോഴും ഞാൻ അപ്പൊ റിയാക്ട് ചെയ്തിട്ട് അച്ഛനോട് ചെന്ന് പറഞ്ഞു. അച്ഛൻ നല്ല പൊട്ടിച്ചു, വീടിന്റെ അടുത്ത് അവർക്ക് നല്ല പൊട്ടിച്ചു. അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതൊക്കെ കണ്ടു വളരുമ്പോൾ നമ്മൾ എന്തായാലും കൊടുക്കാനുള്ള ഒരു ഇത് വരുമല്ലോ. ഇപ്പോഴും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവൻ ഈ ഒരു ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിലും ഈ ഫീൽഡിൽ മാത്രമല്ല മൊത്തത്തില് അത് വളരെ ഇമ്പോർട്ടന്റ്. എന്താ അറിയോ, പണ്ട് നമ്മള് എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്ന സമയമല്ലേ കുഞ്ഞുനാളായിരിക്കും. ഇപ്പൊ നമുക്കത് നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇപ്പൊ നമ്മൾ ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കണ്ട എന്നുള്ളത് നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ വളരെ വിരളമാണ്. പിന്നെ ബസ്സിൽ കൂടെ പോയാലും ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്, എങ്ങനെ എവിടെ ഇരിക്കണം, എങ്ങനെ റിയാക്ട് ചെയ്യണം. പിന്നെ ഇപ്പൊ മറ്റേ പേടിയില്ല, അയ്യോ ഈ ഓക്കെ അവര് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പവിത്രത ആ സംഭവങ്ങളൊക്കെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ നമ്പായി പോകുന്നത്. ആക്ച്വലി അങ്ങനെ അല്ല, അവർക്ക് എന്താ ചെയ്യാൻ നമുക്ക് തിരിച്ച് ചെയ്യാം. ആ ഒരു സംഭവം അങ്ങ് വിചാരിച്ചാൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ്. എന്താ അറിയോ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലൊരു ഭയങ്കര ബാഡ് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പണ്ടല്ല, ഒരു 1 year ബാക്ക്. അപ്പൊ ആ സമയത്ത് വളരെ കുഞ്ഞ് ഇൻസിഡന്റ് ആണ്. പക്ഷെ അമ്മ വീട്ടിൽ നിന്ന് ഭയങ്കര ഫ്രീസ് ആയിട്ട് 2 ദിവസം. ഞാൻ പറഞ്ഞു എന്തിനാ പേടിക്കണം, പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് ഫയൽ ചെയ്ത പോലെ. വീടിന്റെ അടുത്ത് നടന്നൊരു ഇൻസിഡന്റ് ആണ്, എന്തിനാ പേടിക്കുന്നതിന്റെ ആവശ്യമില്ല. നമ്മളെന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നമാകുന്നത്. തിരിച്ചു കൊടുത്താൽ തീരാന്ന് പ്രശ്നം. അതെ, ഇത് നമുക്ക് കുഞ്ഞൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഒരു കുഞ്ഞു സെഗ്മെന്റ് ആണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈസി ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പൊ ചേട്ടാ? അതെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ 2 ഓപ്ഷൻസും തരും. അതിലൊരെണ്ണം സെലക്ട് ചെയ്യണം, അത് എന്തുകൊണ്ടാണെന്നുള്ളതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. അത്രേ സിമ്പിൾ. അപ്പം സെഗ്മെന്റിന്റെ പേര് വാട്ട് ഈസ് യുവർ ചോയ്സ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെ എങ്ങനെ നേരിടും? ഒന്നാമത്തെ ഓപ്ഷൻ നിയമം വഴി, രണ്ടാമത്തെ ഓപ്ഷൻ സോഷ്യൽ മീഡിയ വഴി തന്നെ. എങ്ങനെയായിരിക്കും ഗൗരി നേരിടുന്നത്? ലൈക്ക് എനിക്ക് തോന്നുന്നത് ഓൾറെഡി ഈ ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു
സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ഒരു ബാഡ് കമന്റ്സോ അല്ലെങ്കിൽ നെഗറ്റീവ് മെസ്സേജസോ അങ്ങനെയും വരാലോ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രൈമറി സെക്കൻഡറി ആയിട്ട് ചൂസ് ചെയ്യുള്ളൂ. ആ. ആദ്യം പ്രൈമറി ആയിട്ട് ഞാൻ സെൽഫായിട്ട് ഡീൽ ചെയ്യും. സെക്കൻഡറി ഞാൻ അടിയിൽ കൂടി കേസ് ഫയൽ ചെയ്യും. ആരും അറിയാതെ ഞാൻ അങ്ങനെ ചെയ്തതാ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ അങ്ങനെ Okay. ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം രണ്ട് സൈഡും വേണം. അതാണ്. കാരണം നമ്മള് നിയമം വഴി എടുക്കുമ്പോൾ എന്താ അറിയോ, അതിനൊരു പെട്ടെന്നൊരു ഇൻസൈഡ് സൊല്യൂഷൻ ഉണ്ടാവും. നമ്മളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പബ്ലിക്കിനൊരു കറക്റ്റ് വ്യൂ പോയിന്റ് കിട്ടും. പക്ഷെ ആ സാധനം ഈ ഇടുന്ന പോസ്റ്റ് ആയാലും കമന്റ് ആയാലും അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈബർ സെല്ലിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ രണ്ടും ആവശ്യമാണ്. അപ്പൊ ഞാൻ രണ്ടും ചൂസ് ചെയ്യും. ആണല്ലേ? ഈ അടുത്ത് വന്ന ഒരു കഴിഞ്ഞ ഒരു കോൺട്രവേഴ്സി നടന്ന സമയത്ത് ഞാൻ ആദ്യം പോസ്റ്റ് എന്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് എന്റെ ഒപ്പീനിയൻ എന്താണോ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ സൈബർ സെല്ലിൽ പോയി കേസ് കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് പ്രൈമറി സെക്കൻഡറി രീതിയിൽ തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, നെക്സ്റ്റ്. എത്ര ശ്രമിച്ചിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഒന്നാമത്തെ ഓപ്ഷൻ അവരെ അവരുടെ വഴിക്ക് വിടും. 2, ഏത് വിധേനയും അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അവരവരെ വഴിക്ക് വിടും. അത്രേ ഉള്ളൂ. കാരണം മറ്റത് നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആയി പോയില്ലേ. കുറെ അനുഭവിച്ചത് അനുഭവിച്ചിട്ടുണ്ട്. എന്തിനാ വെറുതെ നമ്മുടെ ടൈം നമ്മുടെ എല്ലാം നമ്മള് ഡ്രെയിൻ ആവും. അവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലാക്കാൻ പറ്റാത്തവര് പോട്ടെ, അവർക്ക് മിസ്സാവുന്നു അല്ലേ? അല്ല, അത് ആ പേഴ്സണാലിറ്റിക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ അവരുടെ വ്യൂ പോയിന്റിൽ അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ നമുക്ക് ആ വ്യൂ പോയിന്റിൽ പറ്റുന്നില്ല. അത് രണ്ട് വ്യക്തികളാവുന്നുള്ള പ്രശ്നമാണ്, പ്രശ്നങ്ങളല്ല. അപ്പൊ നമ്മൾ അവരുടെ വഴിക്ക് വിടും. നമ്മൾ കൂടുതലായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഏത് നേരവും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ 1, സ്റ്റോപ്പ് ക്രിട്ടിസൈസിങ് മീ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി കളയും. അത് ഭയങ്കര പേഴ്സണൽ സ്പേസിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ മേ ബി പറയും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യരുത് എന്ന് പറയും. അല്ല, നമുക്ക് അത്ര വേണ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവിടെ പറഞ്ഞോ, ഞാൻ കേക്ക് വൈറ്റ്. എങ്ങനെ ശരിക്കും ഇങ്ങനെ ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ ഉപദേശം ഞാൻ ശരിക്കും ലിസൺ ചെയ്യാറുണ്ട് ആക്ച്വലി. എനിക്ക് കാരണം ഞാൻ കേക്ക് ഒരു 10 പേരെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പൊ 10 പേര് എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേര് ആ 10 ലിസണിലും 2 പേരിൽ എനിക്ക് എന്തെങ്കിലും ഔട്ട് കിട്ടിയിട്ടുണ്ട്. എന്നോട് ചിലവർ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ എൻ്റെ അച്ഛൻ എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിക്കും. അച്ഛൻ കാറിലൊക്കെ കൊണ്ട് നടന്ന് ഉപദേശിക്കുന്ന ആളാണ്. എൻ്റെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ അവർ പറയും, യോ ഇനി ഗൗരിയുടെ അച്ഛൻ്റെ ഉപദേശം കേൾക്കാം. ആ ഒരു മൈൻഡ് സെറ്റ്. കാരണം അച്ഛൻ ഭയങ്കരമായിട്ട് ഉപദേശിക്കും. അതേ സ്വഭാവം എനിക്കുണ്ട്. ഞാൻ എൻ്റെ യങ്ങർ ഗ്രൂപ്പ്സ് എന്നോട് ആരെങ്കിലും ഉണ്ടെങ്കിലും എൽഡർ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ സെയിം പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഞാൻ അവർ ചെയ്യുന്നൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന കൈൻഡ് ഓഫ് ആളാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ കിട്ടിയ ഒരു ഉപദേശത്തിന് ഞാൻ പഠിച്ച കാര്യമാണ് എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കണ്ട് പഠിക്കുക എന്നുള്ളത്. കാരണം ഇപ്പൊ ചിലവർ എന്തുകൊണ്ടാണ് ഫെയിൽ ആയത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഫെയിലിയറിന് ഉണ്ടാവുന്ന ടൈം ഉണ്ടല്ലോ, അത് നമുക്ക് ആ ഒരു ടൈം കൺസ്യൂമിങ് ഉണ്ട്, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മള് ആ ഒരു ഫെയിലിയർ ആവുന്ന റീസൺ കണ്ടുപിടിച്ചിട്ട് അതിന് സൊല്യൂഷൻ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ. കൂടുതലും ആളുകൾ പക്ഷെ പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠിക്കണം എന്നാണ് കൂടുതലും ആൾക്കാർ പറയുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ എന്തിനാ പോഡ്കാസ്റ്റ് ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നത്? ആക്ച്വലി മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ എക്സ്പീരിയൻസ് അവരുടെ ഫെയിലിയേഴ്സും ഉണ്ട്, അവരുടെ സക്സസും ഉണ്ട്, രണ്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവർ സക്സസ് ആവുന്ന ഒരു വഴി ഉണ്ടാവും, ഒരു ഫെയിലിയർ ആവുന്ന റീസൺസ് ഉണ്ടാവും. ആ റീസൺസ് മനസ്സിലാക്കി അതിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് മുകളിലെത്തും. അത് സ്മാർട്ട് വർക്കാണ്. അടിപൊളി. അത് ഒരു കറക്റ്റ് കാര്യമാണ് കേട്ടോ. പക്ഷെ അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നത് നമ്മളുടെ ജനറേഷനിലുള്ളവരൊന്നും അങ്ങനെ ഉപദേശം കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരെ കൂടുതലും പേര്. മെജോറിറ്റി ഇങ്ങനെ ഉപദേശം എന്ന് പറയുമ്പോഴേ വേണ്ട. അങ്ങനെ ഒത്തിരി ഇന്റർവ്യൂസും പോഡ്കാസ്റ്റ് ഒക്കെ കാണുന്ന ആളാണ്. ഭയങ്കരമായിട്ട് കാണും. ധന്യവർമ്മയുടെ ഒക്കെ ഭയങ്കര കാണും, ഒരുപാട് ഇന്റർവ്യൂസും പോഡ്കാസ്റ്റും കാണും. ഞാനിങ്ങനെ എക്സ്പീരിയൻസസ് ഇങ്ങനെ ഇരുന്ന് കേൾക്കും. ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്ന നമുക്ക് കറന്റ്ലി നമ്മൾ പോകുന്ന സിറ്റുവേഷൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പൊളിറ്റിക്സ് കാണും, ഭയങ്കരമായിട്ട് പൊളിറ്റിക്സ് കാണും. അത് നമ്മളിങ്ങനെ അവര് ഓരോ വഴികളും പൊളിറ്റിക്സ് നമുക്ക് യൂസ്ഫുൾ ആണ്, അവർ പോകുന്ന വഴികളൊക്കെ. അപ്പൊ അതിൽ ഓരോന്നും നമുക്ക്
ഭയങ്കരമായിട്ടും യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ ആവും. അത് ഞാൻ ഉപദേശം കേൾക്കാൻ ഞാൻ പറയും. ആ. ഇത് വിവരമില്ലാത്തവരുടെ ഉപദേശം കേൾക്കാൻ നിൽക്കരുത്. അത് നമ്മൾ അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അയ്യോ വേണ്ടെന്ന് പറയും. ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുന്നത്, തമ്മിൽ സംസാരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ഓക്കെ. അപ്പൊ അവരുടെ ഒരു വൈബ് നമുക്ക് കണക്ട് ആണ്, ഞാൻ പതിയെ പോയി അവരോട് സംസാരിക്കും. എന്തൊക്കെയുണ്ട് ആ, വിശേഷം? വിശേഷമല്ല, ഞാൻ അവരോട് ചുമ്മാ. പോയിട്ട് ആ കോൺവെർസേഷനിൽ ഒരു പാർട്ടാവും. ഓ. അപ്പൊ എനിക്ക് കുറച്ച് ഇൻപുട്ട് കിട്ടും. അതെനിക്ക് യൂസ്. മറ്റത് ചിലവര് സംസാരിക്കാൻ വന്നുണ്ടല്ലോ വള്ളിയാണ്, ഞാൻ പിന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കും. പറഞ്ഞോ, ഈ ചുമ്മാ ട്രെയിനിലൊക്കെ ഒരു മീൻ അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയോ? അങ്ങനത്തെ ഉപദേശം ഞാൻ കേൾക്കത്തില്ല. മോൾ അല്ല, അങ്ങനെ എന്തുകൊണ്ട് കല്യാണം പറയാറുണ്ടോ? കഴിക്കുന്നില്ല, അത് ഞാൻ കേൾക്കത്തില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, ഇപ്പോഴും കേൾക്കാറുണ്ട്. മോൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, കെട്ടണ്ടേ? അമ്മച്ചി അമ്മ വേണമെങ്കിൽ രണ്ടാമത് കെട്ടിക്കോ, എനിക്ക് കെട്ടണ്ട. ആ മൂടാണ് എനിക്ക്. ഇപ്പൊ കൊറേ പേര് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഒത്തിരി പക്ഷെ അല്ലാതെ ചോദിക്കും. പറയുന്നുണ്ട് എന്റെ നാട്ടിൽ പോകുമ്പോഴും, അടുത്ത് ഇനി കല്യാണത്തിന് വിളിക്കണേ ഇതൊക്കെ നടന്നാ മതി, ഒരു കല്യാണം കഴിഞ്ഞേ. അവര് പറയട്ടെ, അതൊക്കെ അവരുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ എന്താ പറയാറ്? ഫോട്ടോഷൂട്ട് ഒന്ന് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ അഭിനയിക്കുന്നുണ്ട്, അതിൽ ഒരുപാട് കല്യാണം കേൾക്കുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചാൽ മതി, നേരിട്ട് വേണമെന്നില്ല. പിന്നെ റീസെന്റ് ആയിട്ട് പറയുന്നു, ഏറ്റവും റീസെന്റ് ആയിട്ട് ഞാൻ കേട്ടൊരു ഉപദേശം ഭയങ്കരമായിട്ടും, ഞാൻ ചേട്ടനോട് തിരിച്ച് നല്ല മറുപടി പറഞ്ഞിട്ട്, നൈസായിട്ട് പറഞ്ഞിട്ട്. ഈ ഇടയ്ക്ക് റീൽ എടുക്കാൻ പോയപ്പോ ഫ്രണ്ട് ഇരിക്കുന്ന ഒരാൾ ഉപ്പുമുളകിന് ഭയങ്കര ഫാനാ. അപ്പൊ ആള് ഗൗരി എന്താണ് ഇവിടെ, കുറച്ച് ഏജ് ആണ്, ഭയങ്കര കാര്യത്തിൽ സംസാരിക്കുന്നു, ഭയങ്കര നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടും റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ. ഓക്കെ. അപ്പൊ ആള് വേറൊരു ചേട്ടനെ വിളിച്ചു പറയാണ് ഉപ്പുമുളകാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ കാണാറൊന്നുമില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഏട്ടാ, ഞാനും കാണാറില്ലായിരുന്നു, ഞാൻ മൂടായിരുന്നു. അപ്പൊ കുറച്ച് ഏജ്ഡ് ആണ്. പുള്ളി പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തൊന്നും പറയല്ലേ, വേറെന്താ ചെയ്യുന്നത്? വേറൊന്നും ചെയ്യുന്നില്ല. ആർട്ടിസ്റ്റായിട്ട് നടന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പണിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, വേറെ ജോലിയും ഇതുപോലെ പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലോ ചേട്ടാ. അതുപോലെ അല്ല നമുക്കൊരു വേറൊരു ജോബ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് ലൈഫിന് സെക്യൂരിറ്റിയാണ്. ചേട്ടാ അതിന് ഏൺ ചെയ്യുന്നതിനേക്കാളും ഞാൻ ഇരട്ടിക്ക് ഇവിടെ ഏൺ ചെയ്യുന്നുണ്ട്, എനിക്കത് മതി ചേട്ടാ, കുഴപ്പമില്ല, ഞാൻ ജീവിച്ചോളാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ലൈഫ് പറഞ്ഞോടാ. ഞാൻ ചേട്ടാ ഇപ്പം എന്താ ചെയ്യുന്നത്? റിട്ടയർ ആയിരിക്കും. പൈസ ഉണ്ടോ കയ്യിൽ? ഇല്ല. എങ്ങനെ ജീവിക്കുന്നത്? മക്കള് വന്നിട്ട് പറഞ്ഞു ഓക്കെ. നമുക്ക് ഉപദേശിക്കാനല്ലേ, നമുക്ക് ജീവിക്കാൻ അറിയില്ലല്ലോ. അവരുടെ ഇഷ്ടം, നമ്മളെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ജോബിൽ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പിയാണോ അത് നോക്കിയാൽ മതി. പക്ഷെ ശരിയാണ്, ചില ഉപദേശങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 10 പേര് സംസാരിക്കുന്നതിൽ 2 പേരുടെ ഉപദേശം ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, അസ്വസ്ഥമാക്കുന്ന ഫോൺ കോൾ നിരന്തരം വന്നാൽ 1 ഫോൺ ഓഫ് ചെയ്ത് വെക്കും, 2 അവര് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ വരാറുണ്ടോ കോൾസ്? ഒന്നാമത്തെ കാര്യം, എന്നെ വിളിക്കുന്ന ആരും പിന്നെ വിളിക്കത്തില്ല. കാരണം ആദ്യത്തെ കോള് ബിസി ആയിരിക്കും മേ ബി. അല്ലെങ്കിൽ കോള് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാ ഫോൺ എടുക്കാനും സംസാരിക്കാനും ഒക്കെ. ഞാൻ പിന്നെ ചില കോൾസൊക്കെ ഭയങ്കര പേഴ്സണൽ ഇഷ്ടമുള്ള ആൾക്കാർ സംസാരിക്കാൻ നേരിട്ട് വരുമ്പോൾ ഒത്തിരി സംസാരിക്കും. ഫോണിൽ സംസാരിക്കാൻ ചാറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഹലോ പറഞ്ഞോ, ഞാൻ ഈ മൂടാ, എനിക്ക് സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമല്ല ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. പിന്നെ ഭയങ്കര പേഴ്സണൽ കോൾസ് ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അനിയത്തി, അമ്മ, ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ചൊരു ഇഷ്ടമാണ്. അല്ലാണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ അധികം സംസാരിക്കും, അപ്പോൾ അവരെന്നെ മടുക്കും. ഞാനും വിചാരിക്കാൻ മെസ്സേജ് അയച്ച് കാര്യം പറഞ്ഞു. ചിലവര് വർക്കിന്റെ കാര്യം പറയാനായിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോൾ ബിസി ആയിരിക്കും. ചേട്ടാ ഒന്നും മെസ്സേജ് ഇടും, ഞാൻ വോയിസ് ഇട്ടാൽ മതി. തിരക്കിലാണ്, തിരക്കായിരിക്കും മേ ബി. അപ്പൊ ഞാൻ വോയിസ് ഇട്ടാൽ മതി, ഞാൻ കേട്ട് റിപ്ലൈ കൊടുക്കാം. ചില സമയം എനിക്ക് അപ്പം അറ്റൻഡ് ചെയ്തിട്ട് ആ കോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ സ്റ്റോറി പറയാനായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ വർക്കിന്റെ ത്രെഡ് പറയാനായിരിക്കും വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ലിസൺ ചെയ്യാനുള്ളൊരു മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കില്ല. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കും, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ലിസൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ഒന്ന് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്തായാലും കേൾക്കാമല്ലോ. അതെ, അതാണ് സംഭവം. എനിക്ക് കോള് കുഴപ്പമില്ല, മിക്കവരും അങ്ങനെയൊക്കെ തന്നെ, പ്രശ്നമില്ല. ലാസ്റ്റ് തന്നെ, ഒരു കാര്യം എത്ര ചിന്തിച്ചിട്ടും ഓർമ്മ വന്നില്ലെങ്കിൽ 1 ആലോചിച്ച് കണ്ടുപിടിക്കും, 2 നെവർ മൈൻഡ് എന്ന രീതിയിൽ വിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. ആണ് ഓവർ തിങ്കർ ആണോ? ഓവർ തിങ്കർ ആണ്. ഈ മറന്നുപോയി കഴിഞ്ഞാൽ അത് ആലോചിച്ച് കണ്ടുപിടിക്കില്ല. ആ സ്ഥലമൊക്കെ പുകയും എനിക്കത് കണ്ടുപിടിക്കാണ് ഞാൻ വിടത്തില്ല. പിന്നെ എനിക്കൊരു ഇതാണ്, ചിലപ്പോ ചില സിനിമ ഉണ്ടല്ലോ, ഇല്ല ആളിങ്ങനെ ശരിയാ, നമ്മളൊരു സാധനം വിട്ട് എങ്ങനെ കണ്ടുപിടിക്കും? ആ സംഭവം ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ ഒബ്ജക്ട്സ് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുന്നത് പിന്നെ ഓർത്തെടുക്കുക ഭയങ്കര മറവിയാണ്. ഇന്ന് എന്നെ അടുത്ത് കണ്ണാട്ട റൈറ്ററാ, ഞാൻ ഈ വാച്ച് ഊരി വെച്ചിട്ട് ഞാൻ പുറത്തു വന്നു, എന്നിട്ട് എന്തോ എടുക്കാൻ മറന്നു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നൊക്കെ വാച്ച്, അപ്പൊ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, ഇവളെന്തോ മറന്നിട്ടാണ് തിരിച്ചത്. കാരണം ഇതെനിക്ക് ശീലമാണ്. പിന്നെ ഈ സിനിമയിലൊക്കെ ഏതെങ്കിലും ക്യാരക്ടർ അല്ലെങ്കിൽ സിനിമയുടെ നെയിംസ് ഒക്കെ മറന്നു. ചില സമയത്ത് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, ഓർമ്മ വരത്തില്ല.
അപ്പൊ ഏറ്റവും സിമ്പിൾ ആണ് ഗൂഗിൾ ചെയ്യാന്നുള്ളത്. അതെ. ഭയങ്കര ബ്രൗസ് ചെയ്താൽ കിട്ടും. ഇല്ല ഗൗരി, നീ അത് ഓർത്ത് കണ്ടുപിടിക്കുന്നത്. എന്റെ മെമ്മറി വീക്കാ. ടാസ്ക് ആണ്. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് തന്മാത്രം ഓർമ്മ വരുന്നത്. ദൈവമേ, പക്ഷെ അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ് ആയൊരു ഫീൽ. പിന്നെ ഭയങ്കര അടിപൊളി ഫീൽ. ഞാനിടക്ക് പാതിരാത്രി ഒക്കെ എണീറ്റിട്ട് എന്റെ ആ ഡ്രസ് എന്നാലും എവിടെ, എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നാലും അത് എവിടെ പോയി. ഒന്നെങ്കിൽ പണ്ടൊക്കെ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്ന മാത്സിൽ ഇക്വേഷൻസ് ആണ്. ഭയങ്കരമായിട്ട് ചിന്തിക്കും. ഇപ്പൊ ഞാൻ എന്താ പറയാ, സിനിമയുടെ പേരുകൾ എന്തായിരുന്നു, ആ ക്യാരക്ടർ രാത്രി ഉറക്കം വരത്തില്ല. ഉറക്കത്തിലൊക്കെ ഞാൻ ഇങ്ങനെ അയ്യോ അത് തല ഇങ്ങനെ ചൂടാവുമല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്.